ഗുഡ് മോർണിംഗ് ഗൈസ്. കിടന്നുറങ്ങേണ്ട ഞാനാണ് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറാൻ നിൽക്കുന്നത്. അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് ട്രിപ്പ് കൊണ്ടുവരണം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ കയറി നിൽക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും ഞാൻ ഞായറാഴ്ച വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചാൽ എന്തായാലും കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചപ്പോൾ എറണാകുളത്തേക്കാണ് പോണത്. ഗേൾസ് ട്രിപ്പാണ്. അപ്പോൾ ഞാൻ പോയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് മാറിയിട്ട് വരാട്ടോ, അല്ലെങ്കിൽ നമ്മളെ നല്ല അടി കിട്ടും ലേറ്റ് ആയ. ഹായ് ഗൈസ്, നമ്മൾ ട്രിപ്പ് പോവാണ്. ട്രിപ്പ് ഒരു ഗേൾസ് ട്രിപ്പാണ്. അമ്മയുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഞാൻ പോണത്. നമ്മുടെ വണ്ടി ഇവിടെ എത്തി. ലെറ്റ്സ് ഗോ. ഞങ്ങള് പോയിട്ട് വരാം. എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ്? ലുക്കില്ലേ? നന്നായിട്ടില്ലേ? ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ആണ് ഞാൻ കൊണ്ടുപോകുന്ന ബാഗ്. ഇത് ഞാൻ ചെറുപ്പത്തിൽ ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് നായക്കുട്ടി അല്ലായിരുന്നു, കുരങ്ങൻകുട്ടിയായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ജാക്ക് ആൻഡ് ജിൽ നമ്മുടെ അപ്പട കടയിൽ നിന്ന് എടുത്തതാണേ. അമ്മനെ കൊണ്ടുപോകുന്നത് പണിയെടുപ്പിക്കാനാണ് ഗൈസ്. എന്നോട് ഇപ്പൊ വെള്ളം കയറ്റിക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ശക്തിയുള്ള കാരണം കുഴപ്പമില്ല. ടാറ്റ. ഞാനും അമ്മയും കയറിയിട്ടുണ്ട്. ഇനി അമ്മയുടെ പിള്ളേര് പെരുമ്പിലാവുണ്ട്. അപ്പൊ നമ്മൾ അവരെ കയറ്റണം. നമ്മളവിടെ പെരുമ്പിലാവ് എത്തി. നമുക്ക് അവരെ കയറ്റാട്ടോ. അപ്പൊ ശരിയിട്ട് ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ ശരി. കേട്ടെ നിങ്ങക്ക് ഇനി വർത്താനം പറയാ. ഉള്ളി കയറിയിട്ട് വർത്താനം പറയാ. ദേമ ഒരു ട്രിപ്പിന് പോവാണോ അതോ അടുക്കളയ്ക്ക് പോകണോ? ചൂല് കായക്കൊല. നമ്മളവിടേക്ക് എല്ലാരും എത്തിയിട്ടുണ്ട് കേട്ടാ. ഒരാളും കൂടി ഉണ്ട് ചൂണ്ടലില്. ആളെ അവിടുന്ന് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ എവിടേക്കാ പോണേ? ക്യാൻസലാക്കി. അപ്പൊ എറണാകുളം പോയിട്ട് വരാം. എറണാകുളം അടിച്ചു പൊളിച്ചു വരാം. അതെ, ഇവര് ഭയങ്കര വർത്താനത്തിലാട്ടോ. രണ്ടാം അന്താരാഷ്ട്ര ചർച്ചയിലാണ്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ആര്യസിൽ കയറിയിരിക്കാൻ കേട്ടോ. നല്ല തിരക്കാണ് ആസ് യൂഷ്വൽ. എല്ലാരും അമ്പഴങ്ങ കഴിക്കുക. നമ്മൾ വിചാരിച്ച ടൂറ് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അപ്രതീക്ഷിതമായി 2 വ്യക്തികൾ ഇതിലില്ല എന്ന് വ്യസന സമേതം അറിയിച്ചുകൊള്ളുന്നു. എന്ത് സമേതം? വ്യസന സമേതം. കാണും സ്വന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നീലക്കടമ്പിൽ പരാഗരേണു പോയ കാലം അയ്യോ പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ. ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ. എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ. എന്റെ മണവാട്ടി പെണ്ണാണ് നീ, എന്റെ മണവാട്ടി പെണ്ണാണ് നീ, എന്റെ വേണാമ്പൽ പൂവാണ് നീ, എന്റെ പൊന്നാമ്പൽ പൂവാണ് നീ. ചീനക്കുട്ടി ചെല്ലക്കുട്ടി തങ്കക്കട്ടി തീരത്തൊരു പീലിപ്പെട്ടി പെട്ടിക്കുള്ളിൽ മുത്തം പൊന്നും വായിക്കെട്ടി കൊട്ടിപ്പാടി കുഞ്ഞാരിക്കും പാവക്കുട്ടി. ഇതിലേ കിളികൂടണഞ്ഞു കൂട്ടിനുള്ളിൽ കാത്തിരുന്നു കണ്ണും നെഞ്ചു പൊടിരണിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹിൽ പാലസ് തൃപ്പൂണിത്തുറയായിരുന്നു കേട്ടോ. നമ്മുടെ സൂപ്പർ മൂവി ആയിട്ടുള്ള എപ്പിക് മൂവി ആയിട്ടുള്ള നമ്മുടെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത പ്ലേസ്. അപ്പോൾ അതായിരുന്നു നമ്മൾ ഫസ്റ്റ് പോയത്.
നമ്മളെ ഈ മണിച്ചിത്രത്താഴ് പടത്തിൽ നമ്മൾ കണ്ടിട്ട് അപ്പം നമുക്ക് അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരണം. ഇങ്ങനെ മോഹൻലാൽ ലാസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞിട്ട് ടാറ്റ കൊടുക്കണത് അതൊക്കെ ഓർമ്മ വരണം കേട്ടാ. നല്ലൊരു ഫീലിങ്. എന്താ പാട്ടതൊക്കെ അമ്പോ. കയറാൻ പോവാട്ടോ. ഒടുക്കത്തെ വെയില് കഴിച്ചു. ഒടുക്കത്തെ വെയില്. അയ്യോ നമ്മള് കേറി ഫ്ലോർ നോക്കി നോക്ക. സെയിം ചെസ് ബോർഡ് പോലത്തത്. അമ്പോ എല്ലാരും കേറി. ഇനിയിപ്പോ പോവാണ് മറ്റേ രാജാവിരുന്ന സ്ഥലമൊക്കെ. കണ്ടുള്ളിൽ അധികം ഫോട്ടോയും വീഡിയോ അലൗഡ് അല്ല കൊണ്ട് എടുത്തരാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷെ കുറെ ആഭരണങ്ങൾ അതൊക്കെയാണ് ഞങ്ങൾ കണ്ടതുള്ളത്. അപ്പോൾ കാണാത്തവർ വന്നിട്ട് കാണുക കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഞങ്ങൾ മറ്റേ കുളമൊക്കെ കാണാനാണ് പോണേ. ഇപ്പൊ നമ്മൾ പോണത് മറ്റേ കുളത്തിന്റെ ഏരിയ തോന്നുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ട് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും. മറ്റേ ഇങ്ങനെ ഇറങ്ങി വരുന്നത് മണിച്ചിത്രത്താഴ് മൂവിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് നല്ല ചൂട്. ഞാൻ ഷിയാമ്മയുടെ മറ്റേ ഷാൾ എടുത്തിട്ടാണ് ഇപ്പോ പുതച്ചു. മിണ്ടാണ്ട് എന്താ അമ്മ ഒടുക്കത്തെ വെയിലാണ്. എന്റെ അമ്മയ്ക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ഫോട്ടോ വേണം. പക്ഷെ ഒടുക്കത്തെ വെയിലാ. നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ പോണത് ഫുഡ് കഴിക്കാനാണ്. അപ്പൊ ചട്ടിച്ചോറാണ്. നമ്മുടെ ഊട്ടുപുരയ്ക്കാണ് പോണത്. ഇവിടുന്ന് ഒരു 30 അരമണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോവാട്ടാ. നല്ല ചൂടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന് ഊട്ടുപുര എന്നുള്ള റെസ്റ്റോറൻറ്റിലായിട്ട് വന്നിട്ടുള്ളത്. അവിടെ നല്ല ചട്ടിച്ചോറൊക്കെ കിട്ടും. നമ്മളിവിടെ ഓൾറെഡി മുന്നേ വന്നിട്ടുള്ളതാണ്. അതാണ് നമ്മൾ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നത്. ആണ് നമ്മുടെ സെറ്റപ്പ് ഗൈസ്. ഉമ്മയും അമ്മയും അമ്മച്ചിയും കൂടിയിട്ട് മറ്റേതാണ് പറഞ്ഞിട്ടുള്ള കേട്ടാ സീ സദ്യ. ബിന്ദു ടീച്ചറും ഷിയാമ്മയും കനകച്ചിയും ദിവ്യേച്ചിയും കൂടിയിട്ട് മറ്റേ ചട്ടിയാണ് പറഞ്ഞിട്ടുള്ള ചട്ടിച്ചോറ്. അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാണേ. ചമ്മന്തി പീര കൂന്തള് ഞണ്ട് കക്ക. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കഴിച്ചു നോക്കുമ്പോ പറയണ്ട കേട്ടോ. മോരുകറി ചേന മീൻകറി പായസം മോര്. ഇതെന്താ സാധനം എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഇതെന്താ കൂട്ടുകറി മീൻകറി ചോറ് പപ്പടം ഇതൊക്കെയാണ് ഐറ്റംസ്. ഞണ്ട് മെയിനായി. നിങ്ങൾ ഈ ചട്ടി കണ്ട വിചാരിക്കും ഞങ്ങളെല്ലാം എത്ര നേരം തിന്നണ ആൾക്കാരാണ്. അല്ല, ഞങ്ങൾ പാക്ക് ചെയ്യാണ്. കണ്ടില്ലേ ഞങ്ങളെല്ലാം എന്താ ക്ലീൻ ചട്ടി കണ്ട ആൾക്കാർ വിചാരിക്കും എല്ലാം കഴിഞ്ഞു. നോക്കൂ അങ്ങോട്ട് നോക്കൂ. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഇതുകൊണ്ടാണ് അമ്മമാര് ട്രിപ്പിന് വന്ന എങ്ങനെ ഉണ്ടായിരിക്കും. അതെ, വേസ്റ്റ് ആക്കായിരുന്നു നമ്മളൊരു ഫുഡും. അപ്പൊ നമ്മൾ പാക്ക് ചെയ്തത് കൊണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ച് നേരെ ഇപ്പൊ പോണത് ജൂ ടൗണിലേക്കാണ്. ഫുഡിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയുക. നല്ല സൂപ്പർ ഭക്ഷണമായിരുന്നു. കനകമ്മ പറ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം പറയേ. സൂപ്പർ ഫുഡായിരുന്നു. അമ്മയ്ക്ക് എന്താ നല്ല അഭിപ്രായം? അമ്മയ്ക്ക് ഇഷ്ടായില്ല എല്ലാവർക്കും? ഷിയാമേ എന്തായി ഫുഡിനെ കുറിച്ച് അഭിപ്രായം? ഞങ്ങളെ പാക്ക് ചെയ്തു. ആ വീഡിയോ വരുന്നതായിരിക്കും. ഞങ്ങളെ പാക്ക് ചെയ്തു. കാശ് മുതലാക്കി ഞങ്ങള്. അപ്പോ ഇനി നേരെ ജൂ ടൗണിലേക്കാണ് പോണത്. ഞങ്ങള് ജൂ ടൗൺ എത്തി ഗൈസ്. ഇവര് മറ്റേ ജൂ പള്ളി കാണാൻ വേണ്ടിട്ട് കേറാണ്. ഞാൻ ഓൾറെഡി കണ്ട കാരണം ഞാൻ ഇവിടെ പുറത്തേക്കാന്ന് പറഞ്ഞു. ഇത് നല്ല ഒരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സംഭവമാണ്. മറൈൻ ഡ്രൈവിൽ എന്താ പരിപാടി? നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ. അതെ, നമുക്ക് എന്തായാലും ബോട്ടിങ് കേറിയപ്പോ മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് എന്നോട്. അപ്പൊ എന്തായാലും ഇനി ബോട്ടിങ്ങിലേക്ക്.
അപ്പൊ ഞങ്ങള് ജങ്കാറിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ കയറാൻ വേണ്ടിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറുകൾ ലൈനായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ജങ്കാറിൽ കയറിയിട്ടുള്ളത്. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടാ. ആരും എനിക്ക് തോന്നുന്നു. നോക്കി നോക്കാം. മങ്കി 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 നിങ്ങള് മങ്കിയായി. ഒരു നന്ദലാലൊക്കെ ഞങ്ങള് പാടിയതാണ്. നാട്ടിലെനിക്കൊരു നാളില് അവർ പറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷെ അവസാനം ഞങ്ങൾ തന്നെ ജയിക്കുക. ചാനൽ സ്ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടുന്ന് നേരെ ജങ്കാറിന് കയറിയിട്ട് അവിടുന്ന് വാട്ടർ മെട്രോ വഴിയാണ് നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് എത്തുന്നു. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട്. അപ്പൊ ഞങ്ങളിപ്പോ എല്ലാരും കൂടി നടക്കുകയാണ്. നടന്നിട്ട് നമ്മള് ജങ്കാറി കയറാൻ പോവാണേ. നമ്മളപ്പോ ജങ്കാറിൽ കയറി ഇനി നമ്മൾ വാട്ടർ മെട്രോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. നമ്മളാണ് ഗൈസ് ഫസ്റ്റ് കയറുന്നത്. നമ്മളാണ് ഫസ്റ്റ് നിൽക്കുന്നത്. അപ്പൊ നമ്മളാണ് ഫസ്റ്റ് കയറുന്നത്. ഇതൊരു ATM കാർഡൊക്കെ പോലെയല്ലേ. ബിന്ദു ടീച്ചർക്ക് അറിയില്ല കേട്ടോ ബർത്ത്ഡേയുടെ എന്ന്. നമ്മള് വലിയ സ്റ്റൈല് മറ്റേ തകർത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് മനസ്സിലായിണ്ടായിരുന്നു കേക്ക് ഉണ്ടാവുന്നത്. അവര് ചായ കുടിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേ ഈ മാസം ആയതുകൊണ്ടാണ് കേട്ടോ ഈ ബുദ്ധി കളിച്ചത്. ഹാപ്പി ബർത്ത്ഡേ ജസീന, ബിന്ദു, ദിവ്യ. അപ്പോ സൗഹൃദങ്ങൾ പങ്കുവെച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ. പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർത്തിരിക്കാൻ. ഹായ് ഗൈസ്, അപ്പം മറൈൻ ഡ്രൈവിന്റെ അവിടെ എത്തി. നമ്മളിപ്പോൾ മറ്റേ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നമ്മുടെ വനിതകളുടെ എന്തൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഉള്ളിലേക്ക് കയറണം. ഐ തിങ്ക് എല്ലാവരും ഏകദേശം ടയേർഡാണ്. ചിലപ്പോഴാണ് ഇനി ലുലു മാളിൽ പോവുള്ളൂ കേട്ടാ. നോക്കി നോക്കാം. വിചാരിച്ചത് മറ്റേ കുടുംബശ്രീ അതാവുന്ന കേട്ടാ. പക്ഷെ ഇത് മറ്റേ വനിതയാണ്. ഇതാ ഈ വനിത തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പൊ നമ്മൾ അപ്പയ്ക്ക് ഒരു പേഴ്സ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അമ്മ ഒരു പേഴ്സ് എടുത്തു. ആള് ഭയങ്കര കത്തിച്ചൊക്കെ കാണിച്ചു കൂട്ടാ. ഇത് നാശാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എത്രേനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 350 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ കുറച്ച് 200-ന് സെറ്റാക്കിയിട്ടാ. നമ്മളൊരു പേടിച്ചു ഗൈസ്. നമ്മളെ അമ്മേനെ കാണാണ്ടായി. ഞാനും കണ്ണമ്മയും കൂടിയിട്ട് ബാങ്കിലേക്ക് പോയി. അറിയോ എനിക്ക് വയ്യ. എന്റെ അമ്മ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് അമ്മേനെ ഐറ്റാറ്റ് തരണു. ഞങ്ങള് താഴെ പോയി. എന്നിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിട്ട് നമ്മൾ മസാജ് കണ്ടോ. ഞാൻ അമ്മ ഇരുന്നിട്ടുണ്ട്. ബാക്ക് പെയിൻ മസാജ്. നല്ല സുഖം ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഇരിക്കണം. നല്ല സുഖം. അച്ചാർ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊതി വരില്ലേ ഗൈസ്. ദൈവമേ. കമ്മല് വാങ്ങിച്ചാലോ? അത് ഭംഗിയുണ്ട്. അത് ഭംഗിയുണ്ട്. ഗൈസ്, അപ്പൊ നമ്മള് അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എറണാകുളം ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. ഇനി എല്ലാരും വീട്ടിലേക്ക് മടങ്ങുകയാണ്. 2 ഫോണിൽ ചാർജ് കഴിയാറായ കാരണം ഞാനിപ്പോ തൽക്കാലം നിർത്തുന്നു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. അപ്പൊ ഗൈസ്, എന്താണ് അപ്പൊ ടൂറിന്റെ എക്സ്പീരിയൻസ് പറ. അമ്മ പറയോ? അമ്മയുടെ സ്റ്റാർട്ടിങ്. ടൂർ
ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിച്ചു. ജസീനമ്മ സൂപ്പർ സൂപ്പർ. ഷിമ അടിപൊളിയായിരുന്നു. കലക്കിയ അനുഭവം ഉണ്ടായിട്ടില്ല. പിള്ളേരായിട്ടൊന്നും ടൂറ് പോയിട്ടില്ലേ? അപ്പൊ എല്ലാരും കൂടിയിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചു. ബർത്ത്ഡേ ഗേൾ. ഞങ്ങൾ കുറെ ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരുന്ന പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോവാൻ പറ്റി. വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ഈ ദിവസം ശരിക്കും ആഘോഷിച്ചു. അമ്മ ഉണ്ടായിരുന്നു. എല്ലാരും നമ്മളെ ഏജ് ഇസ് ജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ പോലെ എല്ലാരും അടിച്ചു പൊളിച്ചു അല്ലേ? 5 വയസ്സ് മുതലുള്ള ഫ്രണ്ട്സ്. ഓക്കെ. എങ്ങോട്ടാണ് നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ വെയിലത്തും മഴയത്തും പോകരുതേ നീ നാടിന്റെ വെട്ടം കളയരുതേ. വന്നോണ്ട് കിട്ടിയ സാധനങ്ങൾ നോക്ക്. പഴം, ഉണ്ണിയപ്പം, കായക്കൊല, ബബ്ലൂസ് നാരങ്ങ, ചക്ക, മുരിങ്ങാക്കോല്. എന്തപ്പോ കാണണേ? മത്തങ്ങ. എന്റെ കർത്താവേ, എന്തൊക്കെ ഐറ്റംസാ നോക്ക്. ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ഗൈസ്. ഒരു റെഡ് വൈബട്ടാ. ട്രാക്ക് മാറ്റി സന്തോഷ സൂചകമായി വന്നതിനെ സ്വീകരിച്ച് ബാലകല ഞങ്ങളിതാ പോകുന്നു. സന്തോഷ സൂചകമായി വന്നതിനെ സ്വീകരിച്ച് ബാലകല ഞങ്ങളിതാ പോകുന്നു. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ചിൽ വിത്ത് ചിൽ.